നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 33. AC-യുടെ തണുപ്പുമേറ്റ് ആ രാത്രി വിറങ്ങലിച്ച് ജയ് പകലാക്കി. കൃത്യം 6 മണി. മീനുവിൻ്റെ ഫോണിലെ അലാറാം. അത് കേട്ട് എപ്പോഴോ ഉറങ്ങിപ്പോയ ജയ് എണീറ്റു. അലാറാം കേട്ട ഉടൻ അത് ഓഫ് ചെയ്ത് മീനു ജയ്യുടെ കൈയും കാലും കെട്ടഴിച്ചു. ജയ് മീനുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ താൻ ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും നിനക്ക് ഞാൻ തിരിച്ചു തരും എന്നൊരർത്ഥമുണ്ടെന്ന് മീനുവിന് തോന്നി. ഒന്നും പറഞ്ഞില്ല. ശരീരത്തിലെ കെട്ടഴിക്കുമ്പോൾ മീനുവിന് മനസ്സിലായി അവൻ തണുത്തു വിറച്ചിരിക്കുകയായിരുന്നു. രാത്രി അവനെ പുതപ്പിക്കാൻ ഒരു ബ്ലാങ്കറ്റ് നൽകാൻ മീനു മറന്നുപോയി. AC-യുടെ തണുപ്പ് അവൻ്റെ ശരീരത്തെ നന്നായി വിറക്കൽപ്പിച്ചിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും കണ്ട ഭാവം നടിക്കാൻ അവൾ തയ്യാറായില്ല. മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ ആ ബെഡ്റൂമിൽ നിന്നിറങ്ങി. ഒരു വാക്കോ ഒരു സംസാരമോ ഒന്നും ഉണ്ടായില്ല. പുറത്തിറങ്ങിയ ഉടൻ അവൻ നേരിൽ കണ്ടത് മീനുവിൻ്റെ അമ്മയായിരുന്നു. ജയ്യെ കണ്ടതോടെ അമ്മ ചോദിച്ചു, എന്തുപറ്റി മോനെ? രാവിലെ തന്നെ എണീറ്റല്ലോ. മോനെന്താ ശരീരമൊക്കെ വിറയ്ക്കുന്ന പോലെ ഉണ്ടല്ലോ, എന്തുപറ്റി? അത് എനിക്ക് AC-യിൽ കിടന്ന പോലെ പരിചയമില്ല അമ്മ. അവളോട് AC കുറയ്ക്കാൻ പറയായിരുന്നില്ലേ? അത് കുഴപ്പമില്ല അമ്മ, കഴിഞ്ഞില്ലേ, പ്രശ്നമില്ല. പറയുമ്പോഴേക്കും ജയ്യുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. AC-യുടെ തണുപ്പ് അത്രത്തോളം അവൻ്റെ ശരീരം താങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കിയിരുന്നു. എന്നാൽ ശരി അമ്മ, ഞാൻ ഇറങ്ങട്ടെ. എന്താ മോനെ ഈ രാവിലെ തന്നെ? ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പോയാൽ പോരെ? അല്ല മാം, പോയിട്ട് എനിക്കൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ ഇറങ്ങിക്കോളാം. മീനു എവിടെ? അവൾ എണീറ്റില്ലേ? ഇല്ല, അവൾ കിടന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ പോയിക്കോട്ടെ അമ്മ. അല്ല എന്നാൽ ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം, അമ്മ ജയ്യെ നിർബന്ധിച്ചു. അയ്യോ മാം, എനിക്കിത് രാവിലെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല. മോൻ രാത്രി ഉറങ്ങിയില്ലായിരുന്നോ? ജയ്യുടെ കണ്ണുകളിലേക്ക് നോക്കി അമ്മ ചോദിച്ചു. അത് ഉറങ്ങി അമ്മ. പിന്നെ പുതിയ സ്ഥലത്തൊക്കെ നമുക്ക് അത്ര പെട്ടെന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ, എല്ലാം ഒന്ന് ശരിയായി വരണ്ടേ. അതാ, ശരിയാവും കേട്ടോ. ഞാൻ എന്തായാലും ചായ ഉണ്ടാക്കാം, മോനത് കുടിച്ചിട്ട് പോ. ഇത് മോനല്ലാത്ത വിറക്കിയാണ്, അതുകൊണ്ട് തന്നെ ചായ കുടിച്ചാൽ കുറച്ച് ചൂടാവും, കുടിച്ചിട്ട് പോവാം. അയ്യോ മാം, വേണ്ടാത്തോണ്ടാ, ഒന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോവാം, വാ. അമ്മ നിർബന്ധിച്ച് ജയ്യെ ചായയ്ക്ക് വേണ്ടി ഇരുത്തി. അമ്മ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കി ജയ്ക്ക് നൽകി. തണുത്ത് വിറച്ച തൻ്റെ ശരീരത്തിലേക്ക് ആ ചൂട് ചായ കുടിച്ചപ്പോൾ ഒരല്പം ആശ്വാസമായിരുന്നു ജയ്ക്ക്. ചായ നന്നായിട്ടുണ്ട് മാം, അമ്മയോടായി ജയ് പറഞ്ഞു. മോനായോണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ, അമ്മ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമുണ്ട്, അമ്മയോടായി ജയ് സന്തോഷത്തോടെ സംസാരിച്ചു. ആ രാത്രി മുഴുവൻ താൻ അനുഭവിച്ച അപമാനം അമ്മയുടെ ആ ഒരു വാക്കുകളിൽ അലിഞ്ഞതുപോലെ ജയ്ക്ക് തോന്നി. എന്നാൽ ശരി അമ്മ, ഞാൻ ഇറങ്ങിക്കോട്ടെ. പോവാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? അയ്യോ അമ്മ, വേണ്ടാത്തോണ്ടാ, ഇനിയൊരു ദിവസം വരാം, ഞാൻ പൊയ്ക്കോട്ടെ. ജയ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി. ജയ് വീട്ടിലെത്തി. ജയ്യെ അത്രയും രാവിലെ കണ്ടതോടെ അമ്മ ചോദിച്ചു, നീ എന്താടാ ഇത്രയും രാവിലെ? അതെന്താ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് നേരം സമയം നോക്കണോ? അല്ലടാ, ഓരല്ല, എനിക്കും അവിടെ ഉറങ്ങാൻ പറ്റിയില്ല, ഞാനിവിടെ ഉറങ്ങാനാണ് വന്നത്, അത്രയേ ഉള്ളൂ. ദയവ് ചെയ്ത് ഒരു 10 മണി വരെ എന്നെ വിളിക്കരുത്, അത്രയേ ഉള്ളൂ. എടാ, നീ അവിടെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങിയില്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? എടാ, നീ എന്താ ശരീരമൊക്കെ എന്താ തണുപ്പുണ്ടായിരുന്നു നിനക്ക്? AC കിടന്ന പിന്നെ തണുപ്പല്ലാതെ ചൂടുണ്ടാവോ? ഓ, അത് ഞാൻ ഓർത്തില്ല. നിനക്ക് ഓക്കെ അല്ലേ? ഒന്നും ഓക്കെ ആയിട്ടില്ല, എനിക്കൊന്ന് ഉറങ്ങണം, ഞാൻ ഉറങ്ങിക്കോട്ടെ. ശരി, എന്നാൽ നീ പോയി കിടക്ക്. പുതിയ വീടും പുതിയ സ്ഥലമൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ ഒരു സമയമെടുക്കും. അതുമല്ല, അത്രയും വലിയൊരു വീടല്ലേ,
നമുക്കൊക്കെ അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല മോനെ, അതുകൊണ്ടായിരിക്കും. ഉം, ഒന്നുമില്ല. പിന്നെ അവരൊക്കെ നല്ല രീതിയിലല്ലേ മോനോട് പെരുമാറിയത്? അതെ അതെ, വളരെ നല്ല രീതിയിലായിരുന്നു. കൂടുതലൊന്നും പറയാതെ ജയ് തൻ്റെ മുറിയിലേക്ക് കയറി. ഇന്നലെ രാത്രിയിലെ ഓർമ്മകൾ ജയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വന്നു. ആ കട്ടിൽ അവൻ കിടന്നപ്പോൾ അവൻ അത് ഓർക്കാതിരിക്കാൻ തൻ്റെ മനസ്സിന് പറഞ്ഞു പഠിപ്പിച്ചു. ഇന്നലെ എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഒരു ദുസ്വപ്നമായിരുന്നു. അതവിടെ അവസാനിച്ചു. ഇനി അതിൻ്റെ ഓർമ്മകളുമായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരരുത്. ജയ്യോടായി തന്നെ പറഞ്ഞു. ഒന്നും ചിന്തിക്കാതെ ഉറങ്ങണേ എന്ന് പ്രാർത്ഥിച്ചു. ജയ് ഉറങ്ങാൻ കിടന്നു. സമയം ഏറെ കടന്നുപോയി. അന്ന് രാത്രി എങ്ങനെ കടന്നുപോയതെന്ന് പോലും മനസ്സിലാക്കിയില്ലെങ്കിലും ആ ഉറക്കം ജയ്ക്ക് വല്ലാത്തൊരാശ്വാസമായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോൾ ജയ് ഉണർന്നു. മോനെ, നീ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ലേ? അമ്മ ജയ്യോടായി ചോദിച്ചു. എത്രയായി സമയം? 10 മണിയായടാ. ഓ, 10 മണി ആയോ? ആ, പോകുന്നില്ലെങ്കിൽ വിളിച്ച് പറയടാ. ആ, പോവാതിരിക്കാനൊന്നും പറ്റത്തില്ല, ഞാൻ പോന്നു. നീ ഓക്കെ അല്ലേ മോനെ? വയ്യായിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഉറങ്ങാത്തതുകൊണ്ട് പ്രശ്നമേ ഉള്ളൂ. ഉറങ്ങിയാൽ ശരിയാവും. നീ തീരെ ഉറങ്ങിയില്ലായിരുന്നു രാത്രി? അല്ല, അത് രാത്രി ആയതുകൊണ്ട്. എൻ്റെ പൊന്നു മമ്മ, ഒന്ന് മിണ്ടാതിരിക്കാവോ? അത് രാത്രി ആ വാക്ക് കേൾക്കുന്നത് ജയ്ക്ക് കലിയായിരുന്നു. എങ്കിലും അല്പം ശാന്തമായി ജയ് മമ്മയോട് പറഞ്ഞു. മമ്മ പ്ലീസ്, പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കഴിച്ചിറങ്ങിക്കോളാം. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എടാ, എന്തു പറ്റി? നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നേ? എനിക്കിങ്ങനെ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇതുവരെ ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ പൊന്നുമമ്മ, രാത്രി ഉറങ്ങാതിരുന്ന ഒരാളുടെ വ്യക്തിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ആ ഒരവസ്ഥ ഒന്ന് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് ഉറക്കമൊന്നും ശരിയായില്ല, അത്രയേ ഉള്ളൂ. ശരി, കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്, നീ വാ, കഴിക്കാൻ എടുത്ത് വയ്ക്കാം. ഭക്ഷണം കഴിച്ച് ജയ് നേരെ സൂപ്പർ മാർക്കറ്റിലെ ജോലിയിലായി ജയ് മുഴങ്ങി. ഇടയ്ക്കെങ്കിലും മനസ്സിലേക്ക് ഇന്നലെ രാത്രിയുടെ ഓർമ്മകൾ കടന്നു വരും. അപ്പോഴേക്ക് ജയ് വല്ലാണ്ട് തളരുന്നത് പോലെ ജയ്ക്ക് തോന്നി. ആ അപമാനം, തനിക്കേൽപ്പിച്ച മുറിവ് അത്ര പെട്ടെന്നൊന്നും തൻ്റെ ഹൃദയത്തിൽ നിന്ന് പോവില്ല എന്ന് ജയ്ക്ക് മനസ്സിലായി. ഇനിയും എത്ര നാൾ ഇവളെയും സഹിക്കണമെന്ന് ജയ് ഓർത്തു. അവൾ വല്ല മാനസിക രോഗിയോ ആയിരിക്കുമോ? ജയുടെ ചിന്തകൾ അതായിരുന്നു. അവളുടെ ആദ്യ ഭർത്താവിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാരോടൊന്ന് ചോദിക്കണം. അവളുടെ ആദ്യ വിവാഹം തകരാനുള്ള കാരണം അവൾ വല്ല മാനസിക രോഗിയോ ആയതുകൊണ്ടായിരിക്കുമോ? 1 വർഷം സഹിക്കാമെന്നൊരു വാക്ക് നൽകിപ്പോയല്ലോ, അതുകൊണ്ട് തന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ. ജയ് തൻ്റെ ചിന്തകളിൽ മുഴുകിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റിലെ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചു.